വിദ്യാഭ്യാസ മേഖലയെ സൗഹൃദപരമാക്കുവാൻ സർക്കാരിനായി മന്ത്രി എം.പി. രാജേഷ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയെ സൗഹൃദപരമാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലഴിയം ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ മോഡൽ പ്രീ പ്രൈമറിയുടെ വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിശു സൗഹൃദ ക്ലാസ് മുറികൾ വാർത്തെടുക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ആദ്യ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തൃത്താലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാവുകയാണ്. ആരോഗ്യ സർവകലാശാലയുടെ അനുമതി കൂടി ലഭ്യമാകുന്നതോടെ തൃത്താലക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് മേലഴിയം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി ക്ലാസ് റൂം ഒരുക്കിയത്. പൂർണ്ണമായും ശിശു സൗഹൃദപരമായ 15 ഇടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ പി.എസ്. ഷാജി പദ്ധതി വിശദീകരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ.പി. പ്രജീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീഷ, കെ. വിജയൻ, പി.ടി.എ. പ്രസിഡന്റ് കെ.വി. അബ്ദുറഹീം, ഹെഡ് മിസ്ട്രസ് വി.കെ. ഉമ്മു സൽമ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ആ ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായ പ്രീ പ്രൈമറി ക്ലാസ് മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം നല്ലൊരു വർണ്ണക്കൂടാരവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോയാൽ പിന്നെ വീട്ടിൽ വരാനായിരിക്കും ഇനി മടി. അത്രയും നല്ല അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ടീച്ചറും കൂടി ആയതുകൊണ്ട് നല്ല മനോഹരമായി കുറഞ്ഞ വാക്കുകൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത് ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചൊരു കാലം, അന്ന് സർക്കാർ സ്കൂളെന്ന് പറഞ്ഞാൽ ഇതുപോലെ വർണ്ണശബളമല്ല. അതിൻ്റെ ഒരു പെയിന്റ് ഉണ്ട്, മഞ്ഞയും കറുപ്പും പെയിന്റ്. അത് കണ്ടാൽ തന്നെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി തോന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ടാക്സിക്കാരൻ്റെ പെയിന്റ് പോലെ, പഴയ ടാക്സിക്കാരൻ്റെ, ഓട്ടോറിക്ഷയുടെയൊക്കെ പെയിന്റ് ചെയ്തിട്ട് അതുപോലെ മഞ്ഞയും കറുപ്പുമാണ്. ബോർഡും അങ്ങനെ ഉണ്ടാവുക. മഞ്ഞ നിറത്തിലുള്ള ബോർഡ് കറുപ്പക്ഷരത്തിൽ എഴുതും. അപ്പൊ അതെന്തോ ഒരു അലംഘനീയമായ ആചാരമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സർക്കാർ സ്ഥാപനം മുഴുവൻ മഞ്ഞയും കറുപ്പുമായിട്ട് കണ്ടാൽ ഒരു ചെടുപ്പ് തോന്നുന്ന തരത്തിൽ വേണം എന്ന ധാരണ ഇപ്പം മാറ്റിമറിച്ചു. ഇപ്പം എന്ത് കളർഫുള്ളാണെന്നും എന്ത് വർണ്ണശബളമാണെന്നും ക്ലാസ് മുറിയിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.